വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓയിലുണ്ട്. ഒരു മാജിക്കൽ ഓയിൽ എന്ന് ഞാൻ പറയും. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിന്റെ പ്രിപ്പറേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ കുറേ കൊമേഴ്ഷ്യൽ ആയിട്ട് വാങ്ങുന്ന നമ്മുടെ ഓയിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നാൽപ്പാമരാതി, ദിനേശ വല്യാതി, അതുപോലെ തന്നെ മഞ്ചിഷ്ട ഓയിൽ. പിന്നെ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുന്ന കുറേ ഓയിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്കധികം നല്ല ബെനിഫിറ്റ്സ് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് വിത്തിൻ ഫ്യൂ ഡേയ്സ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല മറ്റ് ഇന്ത്യൻ യൂട്യൂബേഴ്സ് ഒന്നും ഈ ഒരു ഓയിലിന്റെ പ്രിപ്പറേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. വളരെ നല്ലൊരു ഓയിലാണ്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടാ ഞെട്ട്, വേറൊന്നുമല്ല, നമ്മുടെ ആപ്പിൾ ആണ് കേട്ടോ. ആപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തത്. ഞാനൊരു വിത്തിൻ 1 വീക്ക് കൊണ്ട് തന്നെ എനിക്ക് നല്ല വിസിബിൾ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സിന് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അരമുറി ആപ്പിളാണ് കേട്ടോ. അരമുറി ആപ്പിൾ ഞാൻ നല്ല തിൻ സ്ലൈസസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 3 ദിവസത്തെ വെയിൽ കൊള്ളിച്ച് ഞാൻ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 100 ml എണ്ണയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അരമുറി ആപ്പിൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആപ്പിളൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200-250 ml നിങ്ങൾ ആപ്പിൾ ഓയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നല്ല തിൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ ആപ്പിള് അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഉണങ്ങി വന്നപ്പോൾ ഇത്രയും ആപ്പിൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതങ്ങനെ ഒരുപാട് ഉണങ്ങി അങ്ങനെ വരത്തില്ല കേട്ടോ. എന്നാ പറയുന്നേ, ഇച്ചിരി ഒരു വാടിയ രീതിയിലായിരിക്കും വരുന്നത്. എന്നാലും നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞൊക്കെ വരുന്ന ഒരു രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഇത്രയും നന്നായിട്ട് അതൊരു ട്രാൻസ്പെറൻറ്റ് രീതിയിലേക്കായി വരുന്ന രീതിയിൽ വേണം നമ്മളതിനെ ആക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പം 3 ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ടാണ് ഞാൻ ഈ ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പം നല്ല വെയിൽ തന്നെ നമ്മൾ കൊല്ലിക്കണം. മൈക്രോവേവ് ചെയ്യരുത്, സൺഡ്രൈസ് തന്നെ ചെയ്യണം. ഇനി ഇതിനെ ഞാൻ ഓയിൽ ഫോമിലേക്ക് ആക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബേസ് ഓയിൽ എന്ന് പറയുന്നത് 2 ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഓയിൽ എന്ന് പറയുന്നത് ജോൺസൺസ് ബേബിയുടെ ബേബി സ്കിൻ കെയർ ഓയിലാണ്. ഇതൊരു 50 ml ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഓയിൽ എന്ന് പറയുന്നത് പാമേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കൊക്കോ ബട്ടർ ഫോമുലയിൽ വരുന്ന ഒരു ബോഡി ഓയിലാണ്. ഇതൊരു മോയ്സ്ചറൈസിങ് ബോഡി ഓയിലാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓയിൽ യൂസ് ചെയ്യും? ഞാൻ ഈ 2 ടൈപ്പ് ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ഫേസിലും കൂടി യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾ വരാതിരിക്കാനായിട്ടാണ്. ഈ ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫേസിൽ പിമ്പിൾസ് വരാറില്ല. എൻ്റെ അത്യാവശ്യം ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ് ഇപ്പം. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു ആക്നെ പ്രോൺ സ്കിന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാം. സെപ്പറേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഓയിൽ ഞാൻ 50 ml വെച്ച് മിക്സ് ചെയ്ത് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. 100 ml ബോട്ടിലേക്ക്. ഇതാണ് ഞാനിവിടെ ഓയിലിനെ ബേസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് വെക്കാനായിട്ട് കേട്ടോ പോകുന്നത്. ഞാൻ ഇതുപോലത്തെ ഒരു ക്യൂട്ടി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് കണ്ടെയ്നർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ ഈ ആപ്പിൾ, അതായത് ഡ്രൈഡ് ആപ്പിളും എണ്ണയും ഒഴിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ആ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഞാനിവിടെ ഈ ജാറിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ അതിലേക്ക് 50 ml എണ്ണ ഒഴിച്ച് വെക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ഏകദേശം ഒരു അരമുറി ആപ്പിളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 ml എണ്ണ നമുക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അതൊരു 150 ml ആണെങ്കിലും 200 ml ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇത്ര ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുള്ളൂ, എന്നാലും നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എമൗണ്ടിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല സ്കിൻ ബെനിഫിറ്റ് ആണ് നമുക്ക് ആപ്പിൾ ഓയിൽ കൊടുക്കുന്നത്. കുട്ടികൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഞാനിവിടെ ഒഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മളിത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ വെച്ച് ഞാനിത് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 5 ദിവസം നമ്മളിത് ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇനി 5 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാവേ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പം നമ്മുടെ ആപ്പിൾ ഓയിൽ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ അത് നിൽക്കും. അതൊരു കുഴപ്പമില്ലാതെ ഒരുപാട് ഷെൽഫ് ലൈഫ് ഉള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ആപ്പിൾ ഓയിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ജോൺസൺ ബേബിയുടെ ഓയിൽ യൂസ് ചെയ്യാൻ കാരണം പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കും കൂടെ നന്നായിട്ട് യൂസ്ഫുൾ ആട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് സെറം ബോട്ടിലിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ്ലി വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ തേപ്പിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ ഇത് അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഗായ്സ്, അങ്ങനെ നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ആപ്പിൾ ഓയിൽ ഇവിടെ സെറ്റ്
ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു കുഴപ്പമില്ല, നമുക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഷെൽഫ് ലൈഫ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ കണ്ടെയ്നറിൽ നിന്ന് വെച്ചുകൊണ്ട് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെറം ബോട്ടിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇത് ഫേസിലും ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഏത് കാരിയർ ഓയിൽ വെച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി അരിച്ച് ഊറ്റി മാറ്റി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബോട്ടിലിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനാണ് കേട്ടോ. കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. നമുക്ക് കുഞ്ഞു കുട്ടികളുടെ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം.